എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പം സോഷ്യൽ മീഡിയയിൽ ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സംഭവ വികാസമാണ് ഹണി റോസിൻ്റെ. ഹണി റോസും ബോച്ചയും ഒക്കെ ആയിട്ടുള്ള രാഹുൽ ഈശ്വറൊക്കെ ആയിട്ടുള്ള ദിനംപ്രതി ഓരോ കേസുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഹൈക്കോടതിയിൽ ഇതിനെതിരെ മുൻകൂർ ജാമ്യം എടുക്കാനുള്ള പരിപാടികൾ ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹണി റോസിനെ പരാമർശിച്ച, അതായത് വാക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ സെക്ഷലിലേക്ക് വ്യക്തിഹത്യ ചെയ്ത രണ്ടുപേരും കൂടി ഈ ഒരു കേസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് കൂടെ വേണ്ടിയാണ് ഈ ഒരു അവയർനെസ് വീഡിയോ കൂടിയായിട്ട് നിങ്ങളത് കാണണം. അവർക്ക് വേണ്ടി അവരിൽ എത്തുവരെ മാക്സിമം ഷെയർ ചെയ്യുക. വേറെ ആരുമല്ല, രണ്ട് മഹത് വ്യക്തികൾ സ്വയം സൂപ്പർ സ്റ്റാർ ആണെന്ന് വിശേഷിപ്പിച്ച് നടക്കുന്ന അലൻ ജോസ് പെരേര, പിന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തി തിയേറ്റർ റിവ്യൂവർ ആറാട്ടണ്ണനും അലൻ ജോസ് പെരേരയും ഒരുപാട് അവരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു സംശയം. എന്ന് വെച്ചാൽ ഹണി റോസ് ടെക്സിയാണ് എന്നൊക്കെ ആറാട്ടണ്ണൻ ലൈവ് വീഡിയോകളിൽ രാത്രി വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് ആറാട്ടണ്ണൻ തന്നെ പറയുകയും ചെയ്തു. അലൻ ജോസ് പെരേരയ്ക്ക് ഹണി റോസിനെ ഹഗ് ചെയ്യണമെന്നോ എന്തൊക്കെ മാസ്റ്റർബ്യൂഷൻ ചെയ്യണമെന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴായിട്ട് സോഷ്യൽ മീഡിയയിൽ അവരും പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പം ഉറപ്പായും നിങ്ങളും പോയി രാഹുൽ ഈശ്വറിനെ പോലെ നേരത്തെ തന്നെ ഒരു മുൻകൂർ ജാമ്യം അപേക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിപ്പം ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഈ ഒരു പരാമർശത്തിൽ നിന്ന് ഒളിഞ്ഞിരിക്കുകയെന്ന് എനിക്കറിയാം. അതുകൊണ്ട് സൂക്ഷിക്കുക. വരും ദിവസങ്ങളിൽ നിങ്ങളും കോച്ചയെ പോലെ അകത്ത് പോയി കിടക്കേണ്ട ഒരു അവസ്ഥ വരും. എന്തായാലും കേരളം അതോടെ രക്ഷപ്പെടും. രണ്ട് അലമ്പുകൾ തിയേറ്ററിൽ നിന്ന് മാറിക്കിട്ടും. പുതിയ അലമ്പുകൾ ഓരോന്ന് വരുന്നുണ്ട്, എന്നാലും പഴയ രണ്ട് അലമ്പുകൾ തിയേറ്ററിൽ നിന്ന് മാറിക്കിട്ടും. അതുകൊണ്ട് അവരിലേക്ക് എത്തും വരെ ഈ ഒരു പെട്ടെന്ന് തന്നെ അവർക്ക് ജാമ്യം അപേക്ഷിക്കാനുള്ള കാര്യങ്ങൾ നാട്ടുകാരായിട്ട് ചെയ്തു കൊടുക്കുക. അവരിലേക്ക് ഈ ഒരു അവയർനെസ് വീഡിയോ കൊടുക്കുക. ഹണി റോസ് താമസിയാതെ തന്നെ നിങ്ങൾക്കെതിരെ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കുക. അപ്പം നന്ദി, നമസ്കാരം.